ഹായ്, ഏവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മണാലിയിലാണ്. മണാലിയിൽ എവിടെയാണെന്നല്ലേ? മണാലിയിലെ സ്വർഗത്തിൽ. എനിക്കൊരു സ്ഥലമുണ്ട് ഇവിടെ. ഇതാണ് മണാലിയിലെ സ്വർഗം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മണാലിയുടെ ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. മണാലിയിലെ സ്വർഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ആദം 7 എന്ന് പറഞ്ഞ ഒരു മണാലിയിലെ സ്വർഗം പോലത്തെ ഒരു കൊട്ടാരത്തിനകത്താണ് ഇവിടെ. ഇതാണ് സാബി, ഈ സ്വർഗത്തിന്റെ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സാബി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് എത്തിയത്. ഇവിടെ വന്നപ്പോൾ സാബിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അന്ന് ഞാൻ വേറെ സ്ഥലത്താണ് റൂം എടുത്തത്. അങ്ങനെ എന്താ സംഭവിച്ചത് എനിക്കൊരു പിടിയില്ല. പിറ്റേന്നാൾ രാവിലെ സാബി വിളിക്കുമ്പോൾ ഈ തലയിൽ മൊത്തം കെട്ട ആളെ കാണുന്നത്. എന്താ വെച്ചാൽ പുള്ളി ഇവിടെ നിന്ന് വീണു. ഇവിടുന്ന് രാത്രി മൂത്രയ്ക്കൊരു എന്തിനും ഇറങ്ങി തന്നെ നേരെ അങ്ങോട്ട് വീണു. അങ്ങനെ ഒന്ന് ഇഞ്ചുറിയൊക്കെ ആയി ആള് പോയ അവസ്ഥയിലാണ്. നോക്കണ്ട. പിന്നെ ഇവിടെ വന്നിട്ട് സാബി എത്ര 7 മാസം 8 മാസമായി. ആള് നാട്ടിൽ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇപ്പോൾ 7 മാസത്തിന്റെ ശേഷം ഇവിടെ തന്നെ കൂടി. ഈ നല്ല സ്ഥലത്ത് തന്നെ കൂടി. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നൈറ്റൊക്കെ കഴിക്കാൻ നല്ല ലൈറ്റാണ്. ഇവിടെ ഈ മണാലിയിൽ നിന്നുള്ള കംപ്ലീറ്റ് ലൈറ്റിന്റെ വ്യൂ ഒക്കെ ഇവിടുന്ന് ശരിക്കിട്ട് കാണാം. നല്ല കിടിലൻ സ്ഥലമാണ്. ദൂരെ മഞ്ഞുമലകൾ അടിപൊളിയാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. എല്ലാ ഫുഡും ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. വേറെ 2 പേരും കൂടി ഉണ്ട്. അവർ റോത്തങ് പാസ് കാണാൻ വേണ്ടി പോയതാണ്. വൈകുന്നേരം കൊണ്ട് തിരിച്ചെത്തും. അപ്പോൾ എന്തായാലും മണാലിയിലെ കൂടുതൽ വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാം. മണാലിയിലെ മാൾ റോഡിനടുത്തുള്ള ഒരു മാർക്കറ്റിലാണ്. തിരക്കേറിയ ഒരു മാർക്കറ്റാണ്. വാനില സോഫ്റ്റി इधर रुपये चलिए मिक्स कितना 4 in 1 मतलब चारों मिक्स चलिए. ഈ മാൾ റോഡിൽ തന്നെ ദുർഗമാതാൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിനെ കാണുന്നത്. ആപ്പിൾ മരമാണ് ഈ കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആപ്പിളൊക്കെ തിന്നു മടുത്ത്. ഏകദേശം ഒരു 2-3 കിലോ ആപ്പിൾ ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ ഇതൊക്കെ നിറയെ ആപ്പിൾമാരാണ്. ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ചു നിന്നില്ല, നിലത്ത് വീണ് എടുക്കുന്നുണ്ടാവും. അത് നല്ല ടേസ്റ്റാണ്. ആപ്പിൾ മരത്തിലുള്ളത് വലിയ ടേസ്റ്റും മധുരവും കുറവായിരിക്കും. പിന്നെ പോരുന്നത് കഴിച്ചാൽ ചിലപ്പോൾ ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ തണുപ്പ് കൂടി നിൽക്കുന്ന സാധനവും ഇവിടെ നിലത്തൊക്കെ ഉണ്ടാവും. നിലത്ത് ഇങ്ങനെ കാണാം.
ഞങ്ങളിങ്ങനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സാബിൻ്റെ തലയിലെ കെട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഒന്ന് കുറച്ചായിപ്പോൾ ഇവിടെ റൂമിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടക്കാണ്ട് മെയിൻ റോഡിലേക്ക്. ബൈക്കൊക്കെ അവിടെ സൈഡാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പുതിയ 2 ആൾക്കാരുണ്ട്. ഈ മുന്നിൽ പോകുന്ന ആളാണ് അനന്തു. അവിടെ അങ്ങോട്ട് തിരിയടാ. പിന്നെ പിറകിലൊരാൾ വരുന്നുണ്ട്, ഉണ്ണി. ഇന്നലെ പരിചയപ്പെട്ടില്ലല്ലോ. ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഇടവഴി കൂടെ പോകണോണ്ട് പോവാന് ഒരുപാട് ആപ്പിളുണ്ട്. വേണ്ട ആപ്പിളോട് നിലത്ത് വീണെടുക്കണോ നല്ല ആപ്പിൾ. ഇതിന് നോക്കിയെടുക്കാം, എന്ത് കുഴപ്പമില്ല. നല്ല അടിപൊളി ആപ്പിളാണ്. അതൊക്കെ എടുത്തിട്ട് കഴിക്കാം. സെറ്റാണ്. ഇവിടെ നിറയെ ആപ്പിൾ മരങ്ങൾ തന്നെയാണ്. ചുറ്റിലും കാണുന്ന ആപ്പിൾ തോട്ടമാണ്. ഫസ്റ്റ് ഡേ വഴി മാറിയ സ്ഥലമാണിത്. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ എവിടെ എത്തിയെന്നറിയോ? അടിമ്പട്ടമ്മളുടെ അടുത്ത് ഒരുപാട് പോയി. ഇങ്ങോട്ട് വരുമ്പോൾ മാറൂല. ഞങ്ങളിങ്ങനെ ഓൾഡ് മണാലിന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വുഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ടെൻറ്റുകളാണ്. പിന്നെ റെസ്റ്റോറൻറ്റും അടുത്ത് തന്നെ ഉണ്ട്. പാക്കേജ് ആയിട്ട് അവർ കൊടുക്കുന്നത് എല്ലാം കൂടി, ഫുഡും സ്റ്റേ അടക്കം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ റോഡ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കട്ട് ഓഫ് റോഡാണ്. അങ്ങോട്ടാ പോകാനുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി വെച്ചുണ്ടാക്കാനുള്ള പച്ചക്കറിയാണ് അവരുടെ ഉണ്ണിൻ്റെ കയ്യിലിരിക്കുന്നത്. കോളിഫ്ലവർ, പപ്പടം, എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഹെൽത്തി ഫുഡാണ്. ഞങ്ങൾ ഹോട്ടലിൻ്റെ വൃത്തിയിട്ട ഭക്ഷണമൊന്നും കഴിക്കില്ല. ഹെൽത്തി ഫുഡ്, ഹോം മെയ്ഡ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. വീട്ടിലേക്കുള്ള വഴിയാണിത്. നല്ല സുന്ദരമായ വഴിയാണ്. ഈ ഗാർഡൻസ് ഒക്കെ കടന്നിട്ടാണ് എത്താൻ. 10 മിനിറ്റ് കൂടിയ 10 മിനിറ്റ്. പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് മെല്ലെ മെല്ലെ നടക്കുമ്പോൾ 15 മിനിറ്റ് ഒക്കെ സമയം എടുക്കും. ആപ്പിളൊന്നും ഇവിടെ ആർക്കും വേണ്ട, വഴിയിലൊക്കെ അത് വീണെടുക്കും. നല്ല അടിപൊളി ആപ്പിള്. നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേരാണ് കോളിഫ്ലവർ ലോലിപോപ്പ്. ഓക്കെ, അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമുണ്ട്. കുറെ നേരം ഇത് മുറിക്കാൻ തുടങ്ങിയിട്ട് ഇത് മുറിഞ്ഞു കിട്ടണില്ല. എങ്ങനെ ഇപ്പൊ മുറിച്ചെടുക്കാം? സെറ്റ്. ഇപ്പോൾ കോളിഫ്ലവർ റെഡി ആയിട്ട് ഇതൊന്ന് കൊണ്ടേ കഴുകണം. ഇത് ചെറുതായിട്ട് മുറിച്ച് കടലമാവിൽ പൊതിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതിൽ മസാല ചേർക്കും. ഉപ്പും മുളകും ചേർത്തൊരു മസാല ഉണ്ടാക്കി കടലമാവിൽ പൊതിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുത്തൊരു പ്രത്യേക വിഭവമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കട്ട് ചെയ്യുന്നത് വളരെ നൈസായിട്ട് വേണം, ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. മിക്സാക്കാനുള്ള കടലമാവ് പ്രിപ്പയർ ചെയ്യാൻ പോകണം. കടലമാവിന് ഇവിടെ കടയിൽ പോയിട്ട് കടലമാവ് എന്ന് വെച്ചാൽ സാധനം കിട്ടില്ല, ബേസാൻ എന്ന് തന്നെ പറയണം. ബേസാൻ എന്ന് പറഞ്ഞിട്ടാണ് കടലമാവ് കിട്ടിയത്. ഇതല്ലേ അപ്പം അടുത്തതിൽ മുളകും പൊടി ഇടാൻ പോകണം. മുളകും പൊടി കുറച്ച് എത്തിയിട്ടാലും കുഴപ്പമില്ല, എരിവ് കൂടുതലാണ്. എരിവാണോ? ഓവറായണ്ടല്ലോ അത് കഴിക്കൂട്ടോ. ഉപ്പ് വന്നിട്ട് കിട്ടില്ല, തണുത്തിട്ട് കട്ടായിരിക്കുന്ന സാധനം. ഓവറാക്കി ചടാക്കട്ടല്ലേ. നന്നായിട്ടുണ്ട് കുഴച്ച് വടിച്ചെടുക്കുന്ന സാധനം. മുളകും പൊടി കൂടിയിട്ടുണ്ട് മക്കളെ, എപ്പോഴേ പറഞ്ഞെടുത്ത് ഇല്ലല്ലോ. ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ മിക്സ് ആക്കി മാവിലേക്ക് കോളിഫ്ലവർ ഇടാൻ പോണ്. സെറ്റാക്കണം. അപ്പോൾ ഇതിന്റെ പേര് മറക്കരുത്, കോളിഫ്ലവർ ലോലിപോപ്പ് എന്നാണ് അതിന്റെ പേര്. അവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണ്. പാകത്തിലുള്ള വെളിച്ചെണ്ണ. എന്തായാലും കോളിഫ്ലവർ നിന്ന് മുരിയണം, അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടായിക്കോട്ടെ. മാക്സിമം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഇവിടെ ഇല്ല, ഇനി നാളെ രാവിലെ പോയി വാങ്ങിയിട്ട് വേണം. അതുകൊണ്ട് മാക്സിമം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സ്ലൈസ് ചെയ്ത് മസാല തേച്ച് വെച്ച കോളിഫ്ലവറിന്റെ ഓരോ ഭാഗങ്ങൾ വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പോകണം. ഇത് സാധാരണ ശരിക്കും മുരിയാണ്ട് അതിന് അത്യാവശ്യം സമയം എടുക്കും. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കിട്ടും. ഇന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും പറഞ്ഞില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. നല്ല ചോറ് ഇവിടെ റെഡി നിൽക്കുന്നുണ്ട്. അതിനെ കഴിക്കാനുള്ള ചെറുപയറിന്റെ ഉപ്പേരി ഇവിടെ ഉണ്ട്. ചെറുപയറല്ലേ, വെണ്ടക്കുപ്പേരി ഉണ്ട്, സോറി മാറിപ്പോയതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണ ഈ കോളിഫ്ലവറിന്റെ ലോലിപോപ്പ് കോളിഫ്ലവർ. ഇവിടെ സലാഡ് ഉണ്ട്, ആപ്പിളിന്റെ സലാഡ്, മുളക് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയ സലാഡാണ്. പിന്നെ കറി, സാമ്പാർ, സ്പെഷ്യൽ കറി ഉണ്ട്. പപ്പടം പൊള്ളിച്ചത്, പപ്പടം പിരിച്ച ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണ വിഭവങ്ങൾ. അപ്പം ഇത് നമ്മുടെ കോളിഫ്ലവർ ലോലിപോപ്പ് ആദ്യമായിട്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കുന്നത് അനന്തമാണ്. കഴിച്ചു നോക്കാം. എത്ര മോശം നല്ലതെന്ന് മാത്രമേ പറയാവൂ. ഞാനൊന്ന് കഴിച്ചോട്ടെ. വന്നിട്ടില്ലടാ ഫ്ലവർ പിന്നെന്താ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് സാധനം. കുറച്ച് ഉപ്പിലോറുണ്ടല്ലേ, ചെറുതായിട്ട്
സാബിക്കൊന്ന് കഴിച്ചു നോക്കി. മണാലിയിൽ നിന്നുള്ള ഇന്നത്തെ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ തീരുകയാണ്. മറ്റ് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.